ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ യൂണിവേഴ്സ് ദ ലൂപ്പ്. ഇതിൽ ഞാൻ റിഫേനെ ഒഴിവാക്കുകയാണ്. റിഫ ഈസ് നോവെയർ ഇൻവോൾവ് ഇൻ ദീസ് മാറ്റേഴ്സ്. മെഹനാസ്, ഫസ്മിന, ലല്ലൂബി, സഫ ആൻഡ് ദ യൂബർ ഡ്രൈവർ. ഈ യൂണിവേഴ്സിൽ ഇനി ഇത്ര പേര് മതി. അപ്പോൾ ഫസ്മിനയുടെ ഒരു വീഡിയോ ഉണ്ട്. സഫ ലല്ലു ഒരുമിച്ചായിരുന്നു ഇത്രയും നാൾ. കേസിൻ്റെ സത്യാവസ്ഥ. ഇവർക്കെതിരെ കേസ് ഉണ്ടായിരുന്നു. യൂബർ ഡ്രൈവറെ അടിച്ചു കൂട്ടി പഞ്ഞിക്കിട്ടു. ഫസ്മിനെയും പിന്നെ ഈ മെഹനാസും പിന്നെ ഒരു അഞ്ചല്ല 4 പേര് വരും. ഇവർ 6 പേർക്കെതിരെയാണ് കേസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൗണ്ടർ റിപ്ലൈ എന്നുള്ള രീതിക്ക് നമ്മുടെ ഇവൻ ലല്ലുബി ഒരു ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ ലല്ലൂബീൻ്റെ ഇൻ്റർവ്യൂ വന്നതിൻ്റെ കുറച്ച് പോർഷൻസും ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് യൂണിവേഴ്സിൽ ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറയുന്നു, ഒട്ടും ആർക്കും റെലവൻ്റ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റ് അല്ല. ഈ യൂണിവേഴ്സിൻ്റെ ബിൽഡപ്പ് അറിയാവുന്നവർക്കും ഇതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വീഡിയോ കണ്ടവർക്കും മാത്രം കണ്ടാൽ മനസ്സിലാകുന്നതും അല്ലെങ്കിൽ കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇർറെലവൻറ്റ് കോണ്ടൻറ്റ് എന്ന് പറയാം. ഞാൻ അരിക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ദിസ് ഈസ് പ്യുവർലി റൈസ് അരി കണ്ടൻറ്റ്. അപ്പോൾ തുടങ്ങുകയാണ് നമ്മൾ അപരാധ കഥയുടെ ഓരോ അറ്റവും മൂല്യമായിട്ട്. ആദ്യം ഫസ്മിന ഇട്ട വീഡിയോന്ന് കുറച്ചധികം കാര്യങ്ങൾ എടുക്കാനുണ്ട്. കുറച്ചധികം പ്രൂഫുകൾ ഫസ്മിന വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം. പ്പിക്കുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ. ഈ വീഡിയോയിൽ നിങ്ങൾ അവൻ്റെ മുഖം നോക്കിയാൽ മതി. ആ ന്യൂസ് ചാനലിൽ കൊടുത്തേക്കുന്ന വീഡിയോയിൽ അവൻ സത്യം പറഞ്ഞാൽ ചിരിക്കുവാണ്. മനസ്സിലായോ? ആ വീഡിയോ സ്നാപ്പിൽ ഏതോ ഫിൽറ്റർ ഇട്ടിട്ട് എടുത്തേക്കാണ്. ആ ചുണ്ടിൻ്റെ ഇത് കണ്ടറിയാം. ഓക്കെ, സ്നാപ്പിൽ എന്തോ ഫിൽറ്റർ ഇട്ടിട്ടാണ് ആ വീഡിയോ എടുത്തേക്കുന്നത് തന്നെ. അവൻ ചിരിക്കുവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ കള്ളത്തരം കാണിക്കുമ്പോൾ ഇങ്ങനെ ചിരിക്കരുത്. എല്ലാ നായ്ക്കളുടെ എല്ലാ കള്ളവും ഞാനിന്ന് പൊളിച്ചടുക്കി കയ്യിൽ തരാം. വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും വീട്ടുകാരെ ഓർത്ത് അവർ ഓർത്ത് ഇവർ ഓർത്ത് വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്കും സമ്മതിക്കുന്നില്ല. നാജിയൊക്കെ എന്താ പെർഫോമൻസ് എല്ലാം ഞാൻ ഇപ്പോൾ കയ്യിലടിച്ച് ശരിയാക്കി തരാം. ഓക്കെ, അപ്പോൾ ഫസ്മിനെ ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ പപ്പുചേട്ടൻ്റെ ഡയലോഗ്. ഇപ്പം ശരിയാക്കി തരാം. ബൈ ദ വേ, ഈ ന്യൂസിൽ വന്ന ഈ നാജി യൂബർ ഡ്രൈവറിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഇടി കിട്ടി ചുണ്ട് പൊട്ടിയ ക്ലിപ്പ് കണ്ടപ്പോൾ ഞാനും എൻ്റെ മനസ്സിൽ വിചാരിച്ചു കേട്ടോ, ഇടി കിട്ടി ചുണ്ട് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചിരിച്ചിരിക്കുമോ എന്നുള്ളത്. അപ്പം അത് എനിക്ക് മാത്രമല്ല, ഫസ്മിനിക്കും അത് ഫീൽ ആയിട്ടുണ്ടല്ലേ. ഈ സ്നാപ്പിലെ ഫിൽറ്ററാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബിക്കോസ് ഐ എം നോട്ട് യൂസ്ഡ് ടു ദാറ്റ് ആപ്ലിക്കേഷൻ. അത്രയും ഞാൻ യൂസ്ഡ് അല്ല ആ ആപ്പുമായിട്ട്. അതുകൊണ്ട് അതിൻ്റെ ഫിൽറ്റേഴ്സോ പരിപാടിയൊന്നും എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇപ്പം എന്താണെങ്കിലും ബാക്കി കാണാം. ഓക്കെ. ഇനി ഒക്കറൻസ് ഓഫ് ഒഫൻസ് FIR ഞാൻ ഇത് കൊടുക്കാം. ഒക്കറൻസ് ഓഫ് ഒഫൻസ് ഞായറാഴ്ച 1-ാം തീയതി, അതായത് ഞാൻ മെഹനുവിൻ്റെ പോഡ്കാസ്റ്റ് ഇറക്കിയ ദിവസം. ആ പോഡ്കാസ്റ്റ് ഇറക്കിയ ദിവസം തന്നെ എനിക്ക് തോന്നിയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഇവർ എന്തെങ്കിലും പണി തരുമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. അത് ഇങ്ങനത്തെ ഇത്രയും വലിയ ലെവലിൽ തരുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒക്കറൻസ് ഓഫ് ഒഫൻസ് നടക്കുന്നത് 8:30 രാത്രി 8:30ക്കാണ് ഒക്കറൻസ് ഓഫ് ഒഫൻസ്. ഈ 8:30 എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല. ഈ സംഭവം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അവിടെ ഇല്ല. ഞാൻ കാക്കനാടാണ്. ഓക്കെ, മെഹനാസ് എന്നെ വിളിച്ചിട്ട് ലല്ലുവിനെ പൊക്കി, നാജി ഓടി, നാട്ടുകാരൊക്കെ ഇളകി, ഇവിടെ ആകെ പ്രശ്നമായി. നാജീനെ പിടിച്ചിട്ടുണ്ട്, നാജി എല്ലാ സത്യവും പറയും, ഇതോടെ നമുക്ക് എല്ലാ സത്യവും കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് മെഹനാസ് എന്നെ വിളിക്കുന്നത്. ഓക്കെ, ഈ സംഭവം നടന്നത് 8:30 എന്നാണ് ഇട്ടേക്കുന്നത്. ഇനി ഞാൻ മെഹനാസിന് ചാറ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ മെഹനാസ് എനിക്ക് അയച്ച മെസ്സേജിൻ്റെ ടൈം നിങ്ങൾ നോക്കിയോ. 8:12 എനിക്ക് ലല്ലുവിൻ്റെ ഈ വീഡിയോ അയച്ചു തന്നു. അതായത് ലല്ലു സഫയുടെ ഫ്ലാറ്റിൻ്റെ അവിടെ നിൽക്കുന്ന വീഡിയോ. ഇത് ഏകദേശം ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള റോഡാണ്. ലല്ലു ആ ഊബർ വണ്ടിയായിട്ട് നിൽക്കുന്ന അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഇവളുമാര് 2 എണ്ണം എത്തിയിട്ട് ഡെയിലി എന്ത് ഇവർ 2 പേരും എന്താ ഡ്രൈവർമാരാ? ഡെയിലി ഇവിടെ എന്താ ഊബർ ഓടിക്കാനാണ് ഇവർ വരുന്നത്. അതായത് നാജിയും ലല്ലും ഒക്കെ സഫേനെ ഫ്ലാറ്റിലാക്കിയിട്ടുണ്ട്. വേറെ എവിടെയോ പോകാൻ വെയിറ്റ് ചെയ്യാണ്. നോക്കാം എങ്ങോട്ടാന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. 9 എത്ര മണിക്കാ? 9:08 അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. എനിക്കിതിൽ ക്ലിയർ ആവുന്നില്ല. അതിൽ ഞാൻ വെക്കാം എന്തായാലും സ്ക്രീൻഷോട്ട്. ഓക്കെ, അത് സഫയുടെ ഫ്ലാറ്റിൻ്റെ മുകളിൽ ലല്ലു നിൽക്കുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ 8:30 ഞാൻ അവിടെ ഇല്ല കുട്ടാ. ഓക്കെ, ഈ 8:30 എനിക്ക് ഈ സമയത്തൊക്കെ മെഹനാസ് വീഡിയോ അയച്ചു തരുവാണ്, ലല്ലുവിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് മെഹനാസ് ലൊക്കേഷൻ അയച്ചു തന്നു. ഏത്? ഈ ചായക്കട എന്ന് പറയുന്ന സ്ഥലം. അത് എത്ര മണിക്കാന്ന് വെച്ചാൽ 10:05 എനിക്ക് ലൊക്കേഷൻ അയച്ചു തരുന്നത്. 10:05 ലൊക്കേഷൻ അയച്ചു തന്നത്. ഞാനത് ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. ലൊക്കേഷൻ അയച്ച ഒരു ടീ ഷോപ്പിൻ്റെ അവിടെ പെട്രോൾ പമ്പിൻ്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇങ്ങോട്ട് ഞാൻ എത്തുന്നത് ഒരു 10:45 11 മണി ആയിട്ടുണ്ടാവും ഞാൻ ആ സ്ഥലം എത്തുമ്പോഴത്തേക്കും. ഓക്കെ, അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നാജീനെ കാണുന്നതും ഈ വീഡിയോ എടുക്കുന്നതും.
ഫസ്മിനയ്ക്കെതിരെ വന്ന കേസിനകത്ത് ഫസ്മിനെ അടക്കമുള്ളവരാണ് ഈ നാജി യൂബർ ഡ്രൈവറെ തല്ലിക്കൂട്ടിയത്, വിവസ്ത്രനാക്കി വീഡിയോ എടുത്തതെന്നൊക്കെയാണ് അതിനകത്തുള്ളത്. അപ്പോൾ ആ ഒരു ടൈം അങ്ങനെ വന്നതുകൊണ്ട് അതിനകത്ത് ഈ ഫസ്മിൻ ഏത് സമയത്ത് വന്നു, ഫസ്മിനെ എപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്നുള്ളത് ഫസ്മിനയുടെ കുറേ എന്താ പറയുക, ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് ഫസ്മിനെ പ്രൂഫായിട്ട് വെച്ചിട്ടുള്ള ഐറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടതും കേട്ടതും. ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലാവുന്ന എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഫസ്മിനെ ആണെങ്കിലും മെഹനാസ് ആണെന്നുണ്ടെങ്കിലും സഫേൻ്റെ വഴിക്ക് പോയി, ലല്ലൂബീൻ്റെ വഴിക്ക് പോയി. ഇനി അവർ രണ്ടാളും കൂടി ഒരു വഴി കൂടി പോകാമെന്ന് വിചാരിച്ചു. നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് തന്നെ കരുത്. നിങ്ങൾ ഇനി അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അവരവരെ വഴിക്ക് വിട്ടോ, നിങ്ങൾക്ക് ഡിവോഴ്സും വാങ്ങി, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളും ജീവിച്ചോ, വേറെ രണ്ടുപേരും രണ്ട് വഴിക്ക് പോട്ടെ, അവർ രണ്ടുപേരും കൂടി ഒരു വഴിക്ക് പോട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾ എടുത്തിട്ട് പോയാൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾ കണ്ടൻ്റ് ആക്കി വീഡിയോ ഇട്ട് നിങ്ങളൊരു സൈഡിൽ കൂടി പോകുമ്പോൾ അപ്പുറത്ത് അരി ഉണ്ടാക്കി ഞങ്ങളൊരു സൈഡിൽ കൂടി പോകും, അവർ വേറൊരു സൈഡിൽ കൂടി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ മൈൻഡ് ചെയ്തിട്ട് അവരും ഇത് അങ്ങനെ ഒരു വഴി കൂടി പോകും. ആകെ മൊത്തം സോഷ്യൽ മീഡിയയിലും ഈ ജനങ്ങളുടെ മുന്നിലും അപരാധത്തിൻ്റെ മുകളിൽ അപരാധമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാവരും ആദ്യം ചിരിക്കണ പോലെ തോന്നും, പിന്നെ അത് സഹതാപോ കളിയാക്കലോ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആകെ മൊത്തം എസ്പെഷ്യലി ഇതിനകത്ത് ഫസീനോടാണ് പറയുള്ളത്, മൂവ് ഓൺ, ഡ്രോപ്പ് ഹിം, ഹിസ് കേസസ് ഇട്ട് ഒഴിവാക്കി പോവുക. ഓക്കെ. പിന്നെ ഇതിന് എനിക്കൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു സാധനം തോന്നിയത്, ബൈ ദ വേ സഫ എനിക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സഫ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം സഫ മെസ്സേജ് അയച്ചിട്ട് എന്നോട് ഇങ്ങനെ, ബ്രോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ എൻ്റെ സൈഡിൽ നിന്ന് കൂടിയും പറയണമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. 1-ാം തീയതി രാത്രി, അതായത് 2-ാം തീയതി പുലർച്ചെയാണ് ഈ യൂബർ ഡ്രൈവറിനെ തല്ലി എന്നുള്ള കേസ് ഉണ്ടാകുന്നത്. അപ്പോൾ 4-ാം തീയതിയാണ് ഇതിൻ്റെ FIR-ൽ, ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം ഓഫ് FIR കൊടുത്തിട്ടുള്ളത് 4/3/2026. അപ്പം ഞാൻ സഫയോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, 2-ാം തീയതി പുലർച്ചെ അടി കിട്ടി, അത് ഹോസ്പിറ്റലിലേക്ക് പോയ ഒരു വ്യക്തി, അതായത് കമ്പിപ്പാര അടക്കം ഉപയോഗിച്ച് ഒരാളെ തലയടിച്ച് ദേഹം അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക്, ഗവൺമെൻറ് ഹോസ്പിറ്റലോ പ്രൈവറ്റ് ഹോസ്പിറ്റലോ എവിടെ കൊണ്ടുപോയാലും ആ ഹോസ്പിറ്റലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതേ സമയത്ത് പോലീസിനെ അറിയിക്കുക. പോലീസ് ഇൻറ്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ വരും, അവർ ഈ അടി കിട്ടിയ ആളെ നോക്കും, പോലീസിൻ്റെ കയ്യിൽ നിന്ന്, പോലീസുകാർ ഹോസ്പിറ്റലിൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കും, അവർ FIR ആക്കും. പ്രതിസ്ഥാനത്ത് ആരൊക്കെയാണെന്നുള്ളത് ഇയാൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, പേരുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെയും കൂടി വെച്ചിട്ടാവും ഇവർ കേസ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഭയങ്കര കോൺട്രഡിക്ടറി ആയി തോന്നിയത്, ഇത് 2-ാം തീയതി അല്ല ഇതിൽ FIR വീണ്, 3-ാം തീയതി അല്ല ഇതിൻ്റെ FIR വീണ്, ഇതിൻ്റെ FIR വീണത് 4-ാം തീയതിയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ സഫയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സഫയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഈവൻ യൂബർ ഡ്രൈവർ ഇതാണ് എല്ലായിടത്തും ന്യൂസിലടക്കം, ഇവൻ യൂബർ ഡ്രൈവറാണ് ഈ നാജി യൂബർ ഡ്രൈവറായിട്ട് യൂബറിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ? നാജിയെ തൻ്റെ യൂബറിൽ ഡ്രൈവറാക്കി വെച്ചു എന്നുള്ളത് സഫ യൂബറിന് അയച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രൂഫോ കാര്യങ്ങളോ പേപ്പറോ ഉണ്ടോ? ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇന്നും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സഫയുടെ ഭാഗത്തുനിന്ന് എനിക്കതിനൊരു കൃത്യമായ റെസ്പോൺസ് അല്ല കിട്ടിയത്. സഫയുടെ കയ്യിലുണ്ട്, പക്ഷെ ഇപ്പം കയ്യിലില്ല, ഇപ്പം ഫോണിലില്ല. ആൻഡ് പല സാധനങ്ങളും ഈ പറഞ്ഞ മെഹനാസ് എടുത്തുകൊണ്ട് പോയി, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഫിസിക്കൽ പേപ്പറോ കാര്യങ്ങളോ ബോണ്ടോ എഗ്രിമെൻറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും യൂബറായിട്ട് നിങ്ങളൊരു എഗ്രിമെൻറ്റോ സാധനം വയ്ക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ദെയർ വിൽ ബി എ കോപ്പി ഓഫ് മെയിൽ, ഇമെയിലിൻ്റെ കോപ്പി കാണും. കാരണം വരുന്ന ഡ്രൈവറിൻ്റെ അയാളുടെ ലൈസൻസും അയാളുടെ പ്രൂഫുകളൊക്കെ നമ്മൾ മെയിൽ ചെയ്ത് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതികൾ. കാരണം എനിക്കും യൂബറിൽ ഓടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, യൂബർ ഓണേഴ്സ് ഉണ്ട് കാറിൻ്റെ. അപ്പോൾ എന്താണെങ്കിലും ഇതിന് ഈ യൂബർ ഇവരായിട്ട് എങ്ങനെ ടൈപ്പായി എന്നുള്ളതിനെ കുറിച്ചുള്ളൊന്നും ഡീറ്റെയിൽസ് ഇല്ല. മേ ബി ആ കാർ യൂബറിൽ രജിസ്റ്റേർഡ് ആയിരിക്കാം. ഓക്കെ. ബാക്കി യൂബറും സഫീൻ നാജിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ് ഇതൊന്നുമില്ല. അതൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇല്ല എന്നല്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ വീഡിയോ വഴി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പബ്ലിഷ് ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അയച്ചാൽ, ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിൽ കാണിച്ചു തരാം. ആൻഡ് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ വിഷയം എഗെയിൻ ഞാനത് സഫയോട് ചോദിച്ചപ്പോൾ സഫ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്.
ഇവിടെ എടയപ്പുറം വെച്ച ചെക്കനെ തല്ലിക്കൂട്ടിയത്. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ മൊത്തം കണ്ടതാണ്. എന്നിട്ട് അവനെ കാറി കയറി വിട്ടതാണ്. ഇവിടെ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേരാണെന്നറിയോ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഇവിടെ ഇങ്ങനെ തല്ലെടുത്തും ഉണ്ടായിട്ടുണ്ട്, നിൻ്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ട്. ഞാൻ കണ്ടത് എൻ്റെ ഫ്ലാറ്റിൻ്റെ അടിയിൽ കൂടെ ഓടുന്നത് ഞാൻ കണ്ടതാണ്. മെഹനാസിനെ മൊയ്നുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഇവർ തിരൂര് വെച്ചിട്ട് ഇതുപോലെ തല്ലാനും ഇതിനൊക്കെ വന്നതാണ്. അന്ന് പറ്റിയില്ല, ഞാൻ മുന്നിൽ കയറി നിന്ന്. പക്ഷേ ഈ പ്രശ്നം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ഞാനാണ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് രാത്രി SIനെയും എല്ലാവരെയും വിളിപ്പിച്ചിട്ടാണ് ഈ ചെക്കനെ അന്വേഷിക്കാൻ വേണ്ടി പോയത്. ആ സമയത്ത് അപ്പോൾ തന്നെ ചെക്കനെ തല്ലിക്കൂട്ടി ഫോൺ അടക്കം നശിപ്പിച്ച്. ഞാൻ എന്നിട്ട് ഇപ്പോൾ പുതിയ ഫോൺ അവന് എടുത്തു കൊടുത്തതാണ്. എൻ്റെ വണ്ടി ഓടിക്കുന്നവർ ഇതുപോലെ ഗുണ്ടായിസം ചെയ്ത് തല്ലുമ്പോൾ അവസ്ഥ ആലോചിച്ച് നോക്കി. എൻ്റെ വണ്ടിയാണ് എനിക്ക് വരുമാനമുള്ളൂ. ആ വണ്ടി സ്റ്റേഷനിൽ കിടക്കുക. എത്ര ദിവസമായി കിടക്കുന്നതെന്നറിയോ? പോലീസിൻ്റെ CCTV എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഞാൻ പാലക്കാടായിരുന്നു. മിനിയാന്ന് എന്നെ വിളിപ്പിച്ചു, തെളിവെടുപ്പൊക്കെ എടുത്തായിരുന്നു. പിന്നെ അവരെയും കൊണ്ട് ഡ്രൈവറിനെയും കൊണ്ട് പോയിട്ട് അത്താണിക്ക് വെച്ചിട്ട് സംഭവം ഉണ്ടായത്. ദേശം അൽറീമിന് മുന്നേ അവിടെ വെച്ചിട്ടാണ്, കഫേയിൽ വെച്ചിട്ടാണ്. എൻ്റെ വണ്ടി അവിടെ നിന്നാണ് സ്റ്റോപ്പായത്. എൻ്റെ വണ്ടി കൊണ്ടുപോയിട്ട് അവിടെ എത്തി സ്റ്റോപ്പായി. അവിടെ വെച്ചിട്ടാണ് ഒരു കഫേയിലോ ടീ ഷോപ്പിലോ വെച്ചിട്ടാണ് ഇവനെ തല്ലിയത്. ബാക്കി എടയപ്പുറത്ത് വെച്ചിട്ട് നല്ല തല്ലിയിട്ടുണ്ട് ചെക്കനെ. കാരണം കണ്ടവരെല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയൂലാലോ കണ്ടവരൊന്നും. ഞാനപ്പോൾ ഇവിടെ അന്വേഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും കണ്ടവർ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നോക്കട്ടെ. ഈ അടി കെട്ടിയപ്പോൾ കേസ് കൊടുത്ത സെയിം ഡേ രാജ് അതെ എന്നപ്പോൾ തല്ലുണ്ടായത് 2-3 ഞാൻ കറക്റ്റ് ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ആ ഡേയിൽ ഞാൻ അന്ന് തന്നെ 112ലേക്ക് ഹെൽപ്പ് ലൈൻ 112 ഞാൻ വിളിച്ചു. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കംപ്ലയിൻറ്റ് എഴുതണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നിട്ട് വലിയ നടപടിയൊന്നും ഉണ്ടായില്ല. എന്നിട്ട് ഞാൻ കുറച്ച് മോളിൽ നിന്നൊക്കെ വിളിപ്പിച്ചപ്പോൾ അവർ നടപടി ഉണ്ടായിട്ട് അവരപ്പം തന്നെ ചെക്കനെ പോയി പിടിച്ചു. പക്ഷേ ചെക്കൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തപ്പോൾ അവൻ ആദ്യം പറഞ്ഞു എന്നെ ഒന്നും ആക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവനിക്ക് ടെൻഷനായിട്ട്. കാരണം വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അവരെന്തൊക്കെയോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോൺ പൊട്ടിച്ചു അവൻ്റെ. അന്ന് തന്നെ അവനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, തലയുടെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം, രാജഗിരിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. വേറെ ഹോസ്പിറ്റലൊന്നും ഇല്ല, രാജഗിരിയിൽ മാത്രമേ ഉള്ളൂ. അന്ന് തന്നെ അവർ രാജഗിരി പോയിട്ട് അവൻ ഒരു ദിവസം അഡ്മിറ്റ് ആയിരുന്നു അവിടെ. പിറ്റേ ദിവസം വൈകുന്നേരമാണ് അവനെ ഡിസ്ചാർജ് ചെയ്തത്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൻ അഡ്വക്കേറ്റിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം പറയട്ടാ, ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ തെളിവെടുപ്പിന് വിളിക്കുമ്പോൾ വന്നൂടെ? ഇപ്പം എന്നെ വിളിപ്പിച്ച സമയത്താണ് ഈ മൊയ്നുദ്ദീനെ ഫസ്മിനാനൊക്കെ വിളിച്ചത്. എന്തുകൊണ്ട് ഇവർ വന്നില്ല? അതൊന്നും ഫസ്മിന സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഒരു കാര്യത്തിന് വന്നിട്ടില്ല. CI അടക്കം വിളിച്ചിട്ട് ഫസ്മിന ഇവിടെ വരണം സംസാരിക്കണം എന്ന് പറഞ്ഞ് CI വിളിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വന്നില്ല? ഓക്കെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ, യൂട്യൂബിൽ വീഡിയോ ഇട്ടേനാണ് ഞാൻ ആ കേസ് കൊടുത്തത്. പക്ഷെ അത് വിട്ടോട്ടെ, ഓക്കെ ഫൈൻ. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ഇവരൊന്നും ചെയ്തില്ല, ഇവർക്ക് വന്നൂടെ? ബ്രോ കണ്ടതല്ലേ ഫസ്മീന വീഡിയോ ഇട്ടേക്കുന്നത്? ഫസ്മീന സംസാരിച്ചിട്ട് അവൻ്റെ വീഡിയോ എടുത്തത് ബ്രോ കണ്ടതല്ലേ? ഇതാണ് സഫ പറഞ്ഞ കാര്യങ്ങൾ. സഫ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1-2 കാര്യങ്ങൾ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്, ഇതിൽ അടി നടന്ന സമയത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അങ്ങനെ പോലീസിലേക്ക് ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൂഫുകൾ ഇവർക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. തലയ്ക്കടി കിട്ടിയൊരു കേസ് രാജഗിരി പോലത്തെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടിപിടി കേസ് കൊണ്ടുവരുമ്പോൾ അവർ പോലീസ് ഇൻഫോം ചെയ്യാതിരിക്കില്ലല്ലോ, ട്രീറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലാതിരിക്കില്ലല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് 4-ാം തീയതി ഇതിലൊരു FIR വീണം? എന്തുകൊണ്ടത് 2-ാം തീയതി തന്നെ FIR ഇട്ട് 3-ാം തീയതി ഈ വ്യക്തികളെ അറസ്റ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ പറ്റുമേ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫുകൾ ഇപ്പം നാജി ഈ ടാക്സി ഡ്രൈവറോ അല്ലെങ്കിൽ സഫയോ അല്ലെങ്കിൽ ലല്ലൂബിയോ ആരെങ്കിലുമൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഈ പോലീസിനെ വിളിച്ചതിൻ്റെയും ഈ ഡേറ്റുകളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്, ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഫസ്മിനയുടെ വീഡിയോയ്ക്ക് നമുക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ എഗെയിൻ പറയുന്നു, യൂബർ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ട് സഫ എനിക്കൊന്നും ഇതുവരെയായിട്ട് തന്നിട്ടില്ല. മേ ബി തരുമായിരിക്കും, തിരക്കാന്നാണ് പറഞ്ഞത്. കുറേയൊക്കെ ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് കാണാനില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലുള്ള ഫിസിക്കൽ കോപ്പി അല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിട്ടിയാൽ ഞാനത് വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ അതല്ല, ഫസ്മിനയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. ഇനി അടുത്ത സംഭവത്തിലോട്ടാവും. ഈ വീഡിയോ, അതായത് എന്താണ് ഈ സംഭവം നടക്കുന്ന 1-ാം തീയതി എന്ന് പറയുന്നു. കേസ് കൊടുത്തത് 4-ാം തീയതിയാണ്. 1-ാം തീയതി ഈ കമ്പിപ്പാര വെച്ച് നഗ്നമായിട്ട് ഒരുത്തനെ നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 1-ാം തീയതി കേസ് കൊടുത്തില്ല? 4-ാം തീയതി എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. 4-ാം തീയതി എന്തിനാണ് ഇവർ കേസ് കൊടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ 3-ാം തീയതി ഈ വൈകുന്നേരം 6 മണി 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ ഒരു ഭാഗം നാജിയുടെ ഫേസ് ഇല്ലാണ്ട് ഞാൻ വെക്കുന്നുണ്ട്.
നാജി പറയുന്ന കാര്യം ഞാൻ വെക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഞാനൊരു പാർട്ട് ഞാൻ ഇവിടെ കൊടുക്കാം. ഒരാൾ ഓടി, ഓടിയ ആള് ലല്ലുവാണ്. ഒരാളെ പിടിച്ച്, ഈ പിടിച്ച ആള് നാജിയാണ്. ഈ നാജിനെ പിടിച്ചിട്ട് നാജി സംസാരിക്കുന്ന കാര്യങ്ങള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, മെഹനാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങള് എന്തായാലും ഇൻഷാല്ലാ പുറത്ത് വിടുന്നുണ്ട്. പുറത്ത് വിടും എന്ന് പറഞ്ഞത് 3-ാം തീയതി. 4-ാം തീയതി കേസ് പോയി. അപ്പം അത്രയും 2 ദിവസം കേസൊന്നും കൊടുത്തില്ല, സുഖമായിട്ടിരുന്ന്. ഞാൻ ഈ വീഡിയോ പുറത്ത് വിടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കേസ് പൊട്ടി മുളച്ചു. ഇങ്ങനെ അവന് കമ്പിപ്പാരയ്ക്ക് തലയ്ക്ക് അടി കിട്ടി, എല്ലാ തേങ്ങയും അവനുണ്ടായി. ഓക്കെ, ഈ ലല്ലുവിൻ്റെ ഒരു കോൾ റെക്കോർഡ്, ലല്ലു ബാംഗ്ലൂരുള്ള ഒരു കുട്ടീനെ വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡ് ഞാനിവിടെ കൊടുക്കാം. ആ കോൾ റെക്കോർഡിൽ ആ കുട്ടി സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. ആ കുട്ടിയും ലല്ലുവും തമ്മിലുള്ള സംഭാഷണം. ഇത് 3-ാം തീയതി നടക്കുന്നതാണ്. 4-ാം തീയതിയാണ് കേസ് പോകുന്നത്, നിങ്ങൾ ഓർത്തണം. 3-ാം തീയതി ഉള്ള ഇവരുടെ സംഭാഷണം നിങ്ങൾ കേട്ടോ. ഫ്ലാറ്റിൽ നിന്ന് നിങ്ങളെ പൊക്കി എന്നിട്ട് നീ ഓടി ഫ്ലാറ്റിൽ നിന്ന്. നാജിയുടെ വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് പറഞ്ഞു. അത് ഫസിയുടെ ഫസ്താത്തയുടെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ. പക്ഷെ അന്ന് നീ എനിക്ക് നാജി എന്ന് പറഞ്ഞ് കാണിച്ചു തന്നത് അത് സഫയുടെ ഊബർ ഡ്രൈവറാന്ന് ഫസിദാത്ത എന്ന് പറയുന്നുണ്ടല്ലോ. എന്തോ ഹലോ ഞാൻ പോയപ്പോത്തിന് ഓനെ ഓടിയതാണ്. വേറെ തന്നെ വീഡിയോ എടുത്താണ്. ഞാൻ ഓന്റെ പിന്നാലെ ഓടിയതാണ്. പക്ഷെ ഫസിദാത്തയുടെ ചാനലില് പറയണത് നീ പോലീസ് വന്നിട്ട് സഫയുടെ റൂമിന്ന് നീ എടുത്ത് ഓടി, നാജീനെ പിടിച്ചു, നാജിയുടെ വോയിസ് റെക്കോർഡിങ് ഫസിദാത്തയുടെ കയ്യിലും മെഹനാസിന്റെ കയ്യിലും ഉണ്ട് എന്ന്. വെറുതെ പറയാ, നോക്കട്ടെ എന്ന് വെയിറ്റ് ആക്ക്. ഈ ഓഡിയോയിൽ നിങ്ങൾ കുറച്ച് ക്ലിയർ ആയിട്ട് കേട്ടാൽ മതി. ഇതിൽ അടുത്ത നാജി ഇരിക്കുന്നുണ്ട്. നാജി ആ പെണ്ണിന്റെ അടുത്ത് ചിരിച്ച് ഹലോ എന്ത് കളിയാക്കി സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ 3-ാം തീയതി സംഭവിക്കുന്ന. അപ്പോൾ ഈ കമ്പിപ്പാര വെച്ച് ഇത്ര അടി കിട്ടി ഇവന് ഇത്രയും കൂളായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇവിടെയാണ് ഞാൻ സഫയോട് ചോദിച്ചൊരു ചോദ്യം ഭയങ്കര റെലവൻ്റ് ആയിട്ട് സഫയും എടുക്കേണ്ടത്, പ്രേക്ഷകർ കാണുന്നവരും എടുക്കേണ്ടത്. കാരണം ഇതിനകത്ത് ഈ ഡേറ്റിൽ വന്നൊരു വ്യത്യാസം. അടി കിട്ടിയ ഒരാൾ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലുള്ള ഒരാളെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുപോയി. അതല്ലാതെ ഇവർ തന്നെ പോലീസിനെ വിളിച്ച് വരുത്തി എന്നുള്ളൊരു വേർഷൻ ലല്ലൂബി പറയുന്നു. അന്ന് അടി നടന്ന സ്ഥലത്ത് പോലീസ് വന്നു എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇത്രയും ക്രിട്ടിക്കലായി ഇപ്പോഴാണോ 4-ാം തീയതിയാണോ അതിൽ FIR വീണ് എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യൽ ക്വസ്റ്റ്യനാണത്. അത് എഗെയിൻ ഈ ഫസ്മിന പറഞ്ഞ ഈ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഫസ്മിന പറയുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ അത് കണക്ട് ചെയ്യാം. അതായത് ഇവർ വീഡിയോയിൽ ഇങ്ങനൊരു സാധനം പുറത്തിടുമെന്ന് പറഞ്ഞപ്പോൾ ഒരു കൗണ്ടർ മെഷർ, അങ്ങനത്തെ സാധനങ്ങൾ പുറത്ത് വരാതിരിക്കാൻ, ആ വീഡിയോ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് ആദ്യമേ കൊടുത്തു വയ്ക്കുന്നത് ഒരു പ്രിക്വേഷൻ അല്ലേ. അപ്പം അങ്ങനെ രീതിയിൽ കൊടുത്തതാണോ എന്നും നമുക്ക് സംശയിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ഇവർ കൊണ്ടുവന്നാൽ, ഇപ്പോൾ 1-ാം തീയതി രാത്രി 2-ാം തീയതി പുലർച്ചെ അടി കിട്ടുന്നു, അടി കിട്ടിയതിന് ശേഷം ഹോസ്പിറ്റലിലാകുന്നു, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോയത് ഏത് സമയത്താണ്, ആ ഇൻറ്റിമേഷൻ പോകുമ്പോൾ നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു പേപ്പർ കിട്ടും. അതിനുശേഷം ഇത് FIR ആവാൻ 4-ാം തീയതി ആവാനുള്ള കാരണം എന്താണ്, ആൻഡ് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഹോസ്പിറ്റലിലെ രേഖകളിലുള്ള ഡേറ്റും അതിനകത്തുള്ള ടൈമും എന്താണെന്നൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് മാച്ച് ചെയ്ത് നോക്കിയാൽ ഈ ഡേറ്റ് എന്തുകൊണ്ട് 4-ാം തീയതി FIR വീണു എന്നുള്ളതിനൊരു ക്ലാരിറ്റി വരേണ്ടതാണ്. ആൻഡ് ബൈ ദ വേ ഇതിൽ ഈ ഫസി സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എപ്പോഴും കുറേ സ്ക്രീൻഷോട്ട്സ്, സ്ക്രീൻ റെക്കോർഡ്സ്, അതായത് ലിറ്ററലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങൾ, അതായത് എന്നിൽ നിന്ന് വിട്ടുപോയി, എന്നിൽ നിന്ന് മാറി, എന്നോട് ഭയങ്കര വൈരാഗ്യവും വിരോധവും വെച്ച് ജീവിക്കുന്ന ആളുടെ അടുത്ത് പലപ്പോഴായിട്ട് പലരും സംസാരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട്സ്, സ്ക്രീൻ റെക്കോർഡ്, വീഡിയോസ്, ഓഡിയോ റെക്കോർഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എത്തുക എന്ന് പറയുമ്പോൾ ഈ ഫസ്മിനയിലേക്ക് ഇത് എത്തിക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് ഈ ലല്ലൂബിക്ക് അറിഞ്ഞിരിക്കണ്ടേ. ഇതിപ്പോൾ 1-2 വട്ടമല്ല. ഇതിപ്പോൾ ഈ അടിയുണ്ടായ കേസിലടക്കം ഇങ്ങനൊരു കുട്ടി വിളിച്ച് ലല്ലൂബിനോട് സംസാരിക്കുമ്പോൾ അത് ഫസ്മിനയ്ക്ക് കിട്ടുന്നു, ആ കുട്ടി അത് റെക്കോർഡ് ചെയ്യുന്നു, ഫസ്മിനയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഈ ലല്ലൂബി അത്ര പൊട്ടനാണോ? ഞാനിത് കുറേ ആയിട്ട് ഇവരുടെ വീഡിയോസിൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ലല്ലൂബിയുടെ അടുത്ത് റീച്ച് ഔട്ട് ചെയ്യുന്ന പലരും അത് ഫസ്മിനയിലേക്ക് എത്തിക്കാൻ, കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ലല്ലൂബിനെ റീച്ച് ഔട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീല്.
അത് എത്തിക്കുന്നുണ്ട്, ഫീലല്ല അത് എത്തിക്കുന്നുണ്ട് എന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ലല്ലു ഈ വിളിക്കുന്നവരോടും പറയുന്നവരോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തുവാടെ ഇത്? പിന്നെ ഈ അടി കിട്ടിയെന്ന് പറഞ്ഞാൽ തന്നെയാണോ ബാക്കിൽ ഇരുന്നിട്ട് ആ പെൺകുട്ടിയോട് ഇങ്ങനെ മിമിക് ചെയ്ത രീതിയിൽ സംസാരിക്കുന്നതെന്നുള്ളത് അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഫസ്മിനെ ഊഹിച്ചെടുത്തതായിരിക്കാം, അതങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അവൻ ശബ്ദം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് ലല്ലൂബി നാളെ വന്ന് പറയുകയാണ് അതിൻ്റെ വേറൊരു ഫ്രണ്ടായിരുന്നു, അത് നാജി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത്രേ ഉള്ളൂ. അല്ലാതെ തെളിയിക്കാൻ വേറെ ഐറ്റങ്ങളൊന്നും ഇല്ലല്ലോ. നാജി എന്ന് പറയുന്ന ആള് ഒരു ദിവസം പോലും ഊബർ ഓടിച്ചിട്ടില്ല. ഈ നായി ഒരു ദിവസം പോലും ഊബർ ഓടിച്ചിട്ടില്ല. ഈ സംഭവത്തിന്റെ കാര്യം, അതായത് ഈ സഫയുടെ വിഷയം ഞാൻ ഇട്ട് അന്ന് അതിന്റെ പിറ്റേന്ന് നാട്ടിൽ പോയ ആളാണ് നാജി. പിന്നെ നാജി പൊങ്ങുന്നത് 1-ാം തീയതിയാണ്. നാട്ടിൽ നിന്ന് പൊങ്ങിയ ദിവസമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത് ഞങ്ങള്. അത്രയും നാൾ നാജി നാട്ടിലായിരുന്നു, നാജി കോഴിക്കോടായിരുന്നു. അല്ലെന്ന് നാജി തെളിയിക്കുക. നാജി എറണാകുളത്ത് ഊബർ ഓടിച്ചെന്ന് നിനക്ക് നട്ടലാണെങ്കിൽ നീ തെളിയിക്കുക. പോലീസ് ഇതെല്ലാം അന്വേഷിക്കണം. എന്തായാലും ഇങ്ങനെ കള്ളക്കേസ് കൊടുത്തല്ലോ, ഇനി പോലീസ് അന്വേഷിക്കണം നാജി എന്ന് പറയുന്ന ആളാരായിരുന്നു, നാജി ഊബർ ഓടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇനി ഇതാ നിങ്ങൾ ഈ വീഡിയോ ഉണ്ടോ, ഇങ്ങനത്തെ ഈ ക്ലിപ്സൊക്കെ കണ്ടോ? ഓക്കെ, ഇതാ ഇത് സഫയുടെ ഊബർ, അവിടെ ലല്ലു നിൽക്കുന്നു സൈഡിൽ, നിങ്ങൾ സൂം ചെയ്ത് നോക്കിയാൽ മതി, ലല്ലു നിൽക്കുന്നു. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരും എനിക്ക് വീഡിയോ അയക്കുന്ന. ഇതെന്നാ വീഡിയോ അയച്ചേക്കുന്നത് അറിയോ? 19-ാം തീയതി അല്ല 19 അല്ല 18-ാം തീയതി. 18-ാം തീയതി ഒക്കെ ലല്ലു സഫയുടെ വണ്ടിയായിട്ട് കിടക്കുക. അപ്പം എന്താ ഊബർ ഓടിക്കുവാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ വേറെ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു ചാറ്റ് നിങ്ങൾ കണ്ടോ? സെബിൽ ഇവിടെ വരാറുണ്ട് ഇപ്പോൾ. വൈറ്റ് വാഗണർ കാറല്ലേ, ടാക്സി വെഹിക്കിളാണ്, അതിലാണ് അവൻ വരാറ്. സെബിൽ ഊബർ ഓടിക്കാറുണ്ട് ഇപ്പോൾ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നു. അത് എൻ്റെ കൂട്ടുകാരിയുടെ റൂമിൻ്റെ താഴെ ഇവൻ എപ്പോഴും ആ ഫ്ലാറ്റിലോട്ട് ചെല്ലാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞു. ആ പേര് ഞാൻ ഇപ്പോൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അവൻ ആ റൂംസിൻ്റെ അവിടെ വരാറുണ്ട്, എറണാകുളം സൗത്ത്. അവൻ ഈ ടാക്സി ആയിട്ടാണ് വരുന്നത്. ഒരു 1-2 ആഴ്ചയായിട്ട് അവർ അവനെ അവിടെ കാണാറുണ്ട്. ഇതും പോട്ടെ, ഇനിതാ ലല്ലു ഊബറായിട്ട് നിൽക്കുന്ന വീഡിയോ കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഇത് ലല്ലു ആണ്, ഇത് സഫയുടെ ഊബറാണ്. ഓക്കെ, ഇതിലൊന്നും നാജീനെ കാണുന്നില്ലല്ലോ നിങ്ങളിതാ. ലല്ലുവിൻ്റെ മുടി ഒരു പെണ്ണ് ഇതാക്കി കൊടുക്കുന്നത്, അതേതാ പെണ്ണെന്ന് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ ഊബർ, ഇതാ ലല്ലു വണ്ടി ഓടിക്കുന്നു. ഇതൊക്കെ ലല്ലുവിൻ്റെ ഫ്രണ്ട്സാണ്. ഇതൊക്കെ സഫയുടെ ഊബറായിട്ടാണ് ലല്ലു കറങ്ങി നടക്കുന്നത്. എന്തേ ലല്ലുവിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇനി എത്ര വീഡിയോസ് വേണം? അക്വാസിറ്റി, ലല്ലുവിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ ഇതാ ഊബർ വണ്ടി. ഇതൊക്കെ എങ്ങനെ വന്ന്? ഇതൊക്കെ മായാജാലമായിരിക്കും അല്ലേ ലല്ലുവിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ സഫയുടെ ഊബർ വണ്ടി വരുന്നത്? അത് ഇനി പുതിയ കഥ ഇറക്കുമായിരിക്കും. ലല്ലുവിനെ ഓടിക്കാൻ കൊടുത്തു, നാജി നാട്ടിൽ പോയിട്ട് ലല്ലു ആയിരിക്കും പുതിയ ഡ്രൈവർ, അങ്ങനെ ആക്കുമായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. ഈ ഒരു ലൂപ്പ് ക്രിയേറ്റായി, ഈ ഒരു അവിഹിതം ആരോപണം, ഈ ഒരു അപരാധം ആരോപണം ഇവർക്കെതിരെ വരുന്നു. സഫ പറയുന്നു ഞാൻ ഈ ചെക്കനെ പരിചയപ്പെടുന്നത് തന്നെ റീസെൻ്റ്ലി എൻ്റെ യൂബർ ഡ്രൈവർ വഴിയാണെന്നുള്ളത്. ആൻഡ് ആ യൂബർ ഡ്രൈവർ വഴി കണക്റ്റ് ആയ ഒരാൾ ഈ കാറ് കൊണ്ട് ചുറ്റിക്കറങ്ങുന്നതിൻ്റെ വിഷ്വൽസ്, അതും കാറിനകത്ത് ഒരു ട്രിപ്പ് എനിക്ക് തോന്നുന്നു യൂബറിൽ ഇവർ ബുക്ക് ചെയ്തതിന് ശേഷം ഇവൻ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് തോന്നുന്നു. അല്ലാതെ ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഫസ്മിനയ്ക്ക് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ ഫസ്മിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, ഫസ്മിനയിലേക്ക് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അപരാധ ലൈൻ ഇവിടെ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞാലും ലല്ലൂബി ബാക്ക് ഔട്ട് ചെയ്യുന്നില്ല, വണ്ടിയും കൊണ്ട് കറങ്ങുന്നു. അപ്പോൾ ലല്ലൂബിക്ക് പറയാം എൻ്റെ ഫ്രണ്ടിൻ്റെ യൂബർ വണ്ടിയല്ലേ, അപ്പോൾ എനിക്കെടുത്ത് പോയിക്കൂടെ എന്ന് പറയാം. മേ ബി അവനില്ലാത്തപ്പോൾ ഞാനെടുത്ത് ഓടിക്കുന്നതെന്നുള്ള ക്ലെയിമൊക്കെ പറയാം. അപ്പം അങ്ങനെ വെറുതെ എടുത്ത് ഓടിക്കുമ്പോൾ അത് സഫ ചോദ്യം ചെയ്യാറില്ലേ എന്നുള്ള വേറൊരു ക്വസ്റ്റ്യൻ വരും. കാരണം ഒരു യൂബർ ആവുമ്പോൾ അതിനകത്ത് ഓക്കെ അതിൻ്റെ കിലോമീറ്റർ വിഷയമാണ്, അതിൻ്റെ ആപ്പിനകത്ത് ഇതിൻ്റെ എവിടെയൊക്കെ പോയി വന്നു എന്നുള്ളത് കാണിക്കും. അങ്ങനത്തെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു യൂബർ വണ്ടിയുടെ ഓണറായ സഫയ്ക്ക് ഇത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലേ? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് എഗെയിൻ ഈ പറഞ്ഞ നാജി യൂബർ ഡ്രൈവർ തന്നെയാണോ എന്നുള്ള ആ ഒരു ചോദ്യം ഇവിടെ വീണ്ടും സ്ട്രെസ് ചെയ്യുന്നു. ആ ചോദ്യം തന്നെയാണ് ഫസ്മിനി ഇവിടെ സ്ട്രെസ് ചെയ്തത്. കാരണം ഇതിൻ്റെ പേപ്പർ അവിടെ, ഇതൊരു യൂബർ ഡ്രൈവറാണ്, ഇത് ആ ഒരു കമ്പനീൻ്റെ പേര് വെറുതെ ഇതിനകത്ത് എടുത്തു വെച്ച് പറയുന്ന പോലെ ഉണ്ട്. ആ വണ്ടി യൂബറിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതിൽ അപ്പുറം യൂബറുമായിട്ട് ഇതിനെന്ത് കണക്ഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ഏകി എവിടെ, ഈ ഡ്രൈവറത് ഈ ഡ്രൈവറെ വെച്ചത്, ഇതങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. യൂബർ ഓടിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള നാജിയിലേക്കുള്ളൊരു സംശയത്തിൻ്റെ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത്. സ്നാപ്പിലെ അപരാധം. ഇതാണ് സഫ ലല്ലുവിന് സ്നാപ്പ് അയക്കാൻ തുടങ്ങിയ ഡേറ്റ് നിങ്ങൾ കണ്ടോ? ഫെബ്രുവരി 2 അല്ല, അതിന് മുന്നേ തുടങ്ങിയതാണ്. ഇതാ ഇബി ഷിബി എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള ഈ അക്കൗണ്ടിലോട്ടാണ് സഫ സ്നാപ്പ് അയച്ചേക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, അയ്യോ ഞങ്ങൾ ഇപ്പോൾ സ്നാപ്പ് അയച്ച് തുടങ്ങിയുള്ളൂ, ചക്കര കുട്ടൻ
ഇപ്പം സ്നാപ്പ് അയച്ചു തുടങ്ങിയുള്ളൂ നിങ്ങൾ തമ്മിൽ. എന്നിട്ട് ഇവൾ അയച്ചേക്കുന്ന സ്നാപ്പ് എനിക്കിവിടെ വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതെന്തായാലും കേസായ സ്ഥിതിക്ക് ഞാൻ പോലീസിനെ കാണിച്ചു കൊടുക്കും. ഇവള് വെറും ഇവള് ഇന്നർ വെയർ മാത്രം ഇട്ടിട്ടുള്ളൊരു സ്നാപ്പ് ലല്ലുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്, മനസ്സിലായോ? അത് ഞാൻ ഇവിടെ വെക്കത്തില്ല, എനിക്കത് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നർ വെയർ വല്ലായി സത്യം, ഈ റമദാൻ മാസമാണ് സത്യം, ഇന്നർ വെയർ മാത്രം അയച്ചിട്ടുള്ള സ്നാപ്പ് ഇവൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്, ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഇവൻ്റെ ഈ സ്നാപ്പ് എൻ്റെ കയ്യിലായിരുന്നു കുറച്ച് നാൾ. ഈ സ്നാപ്പ് എനിക്ക് കിട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ സ്നാപ്പ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പുറത്ത് വിടത്തില്ല, ഞാൻ എന്തായാലും പക്ഷേ പോലീസിനെ കാണിക്കും. ഓക്കെ, ഇനി ഞാൻ വീഡിയോസ് പ്ലേ ചെയ്യാം. ഇനി ഞാൻ ഫസ്റ്റത്തെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. നാജിയുടെ നമ്മൾ നഗ്നമായിട്ട് നിർത്തി എടുത്തെന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, വീഡിയോ പ്ലേ ചെയ്യാം. ഈ ഫോട്ടോ നിങ്ങൾ നോക്കാം, ഇതിലെവിടെയാണ് ഇവരെ നഗ്നമായിട്ട് നിർത്തിയേക്കുന്നത്? ഇവൻ എന്ത് കൂളായിട്ടാണ് നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും മേത്ത് മുറിവുണ്ട്, ഇവൻ്റെ ചുണ്ട് മുറിഞ്ഞു, ചെവി മുറിഞ്ഞു, ഇവന് കാലിന് വയ്യാന്ന് പറയുന്ന ഇവനാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചാണ്. ഓക്കെ, ഇനി വീഡിയോ പ്ലേ ചെയ്യാം. നീ ശരിക്കും ഡ്രൈവറാണ് എപ്പം മുതൽ? അതായത് ഫെബ്രുവരി 14 കഴിഞ്ഞതിന് ശേഷം മുതൽ ഇതിലെവിടെയെങ്കിലും ഭീഷണിപ്പെടുത്തി കൊങ്ങിക്ക് പിടിച്ച് അവനോട് സംസാരിക്കുന്നുണ്ടോ? നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഫെബ്രുവരി 14 കഴിഞ്ഞിട്ടാണ് ഇവൻ ഡ്രൈവർ എന്നുള്ള ടാഗ് ലൈൻ ഇവന് വന്നതെന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, ഇത് ഇവൻ സ്വന്തം ഇഷ്ടപ്രകാരം പറയുന്നതാണ്. ബാക്കി കേട്ടോ. അതായത് ഈ ഡ്രൈവർ എന്ന് പറയുന്നത് സഫ, എന്റെ വൈഫ് ഡ്രൈവർ എന്ന് പറയുന്ന ചെക്കൻ ഇവനാണ്. ഇവൻ ഡ്രൈവർ ആയത് എപ്പോഴാ? അന്ന് ഞാൻ ഈ പിടിക്കുന്ന അന്ന് മുതലാണ് നീ അവളെ ഡ്രൈവർ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, നീ വണ്ടി ഓടിച്ചായിരുന്നോ? ഡ്രൈവ് ചെയ്തായിരുന്നോ? ഊബർ ഓടിച്ചായിരുന്നോ? വണ്ടിയിൽ? സത്യം പറഞ്ഞ എന്റെ തെളിവുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്നത്. കള്ളം പറഞ്ഞ ഓടിയിട്ടില്ല. നീ ഊബർ ഓടിയിട്ടേ ഇല്ല. നീ ഊബർ ഓടാനല്ല വണ്ടി എടുത്തു. ഞാൻ ഊബർ ഓടാൻ വേണ്ടിട്ടാ വണ്ടി എടുത്തു. പക്ഷെ ഊബർ ഓടിയിട്ടില്ല. ഞാൻ അന്ന് തന്നെ ഐഷ്യൂ വന്നില്ല. വണ്ടി എടുത്ത് തല നമ്മള് അവിടുന്ന് കണ്ട് മീറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, അന്ന് അതിന്റെ പിറ്റേന്ന് തന്നെ ഞാൻ നാട്ടിൽ പോയതാ. നീ ആദ്യം അവൻ ഒന്ന് കള്ളം പറയാൻ നോക്കി. എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആശാൻ നൈസായിട്ട് ഊബർ ഓടിച്ചിട്ടില്ലെന്ന് ആശാന്റെ വായന സത്യം പറഞ്ഞു. രാത്രി ഈ രാത്രി അവിടെ പോയി നിന്നല്ലോ. ഈ സത്യം പറഞ്ഞ ആജി, രാത്രി അവിടെ പോയി കണ്ടല്ലേ? ഇപ്പൊ അവനെ നീ റൂമിലാക്കി കൊടുത്തു സഫയുടെ. എന്തിനു ഡ്രോപ്പ് ചെയ്തു സഫയുടെ റൂമില്? സത്യം പറഞ്ഞാൽ നീ പുറത്തേക്കായിരുന്നു. ഇപ്പൊ രാത്രി എന്തിനു പുറത്താക്കി? എനിക്കറിയില്ല. അവനവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്ത്. ഇപ്പൊ രാത്രി, അതായത് ഈ സംഭവം പിടിച്ച ദിവസം രാത്രി അവൻ ലല്ലുവിനെ റൂമിൽ ഡ്രോപ്പ് ചെയ്ത് അവൻ പുറത്ത് നിന്ന്. ഇത് അവൻ തന്നെ വായിന്ന് പറയുന്ന കാര്യമാണ്. ഇത് അവിടെ നിന്ന് നാട്ടുകാർ പൊക്കി. ഇനി നാട്ടുകാർ പൊക്കിയില്ലാന്ന് പറയാൻ പോവാണോ? ഞാൻ തരാം. ഈ വിഷയത്തിൽ ലല്ലു സഫ തമ്മിൽ ബന്ധമുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേര് തമ്മിലുള്ള ബന്ധം നമുക്ക് മാറ്ററല്ല. പക്ഷേ ഇത് ഫസ്മിനയ്ക്ക് മാറ്ററാണ്. ഫസ്മിന ഇതിൻ്റെ പിന്നാലെയാണ്, മെഹനാസും ഇതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാത്രി സഫയുടെ ഫ്ലാറ്റിനടിയിൽ യൂബർ കാറ് കണ്ടു കഴിഞ്ഞാൽ അത് സഫയുടെ കാറാണ്. അതിലെങ്ങനെ സംശയിക്കാൻ മാത്രം വിഷയങ്ങളൊന്നും നിൽക്കണ്ട. പക്ഷേ ഈ സഫയായിട്ട് ബന്ധമുണ്ടെന്ന് ഇവർ രണ്ടുപേരും പറയുന്ന ലല്ലൂബി, ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡും സഫയുടെ ഭർത്താവായ മെഹനാസും പറയുന്ന ഈ ലല്ലൂബി ഫ്ലാറ്റിനകത്ത് ഒറ്റയ്ക്ക് എന്നുള്ളൊരു ആസ്പെക്റ്റ് വരുമ്പോൾ ഇവരിത് ചോദ്യം ചെയ്യാൻ പോയി. ഓക്കെ, ഈ സ്നാപ്പിൻ്റെ വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ. അത് ഞാൻ എന്താണെങ്കിലും ഇനി ലല്ലൂബി സംസാരിക്കുന്നതിൽ ഈ സ്നാപ്പിൻ്റെ ഡേറ്റും സ്നാപ്പിൻ്റെ വിഷയങ്ങളും വെച്ച് കുറച്ച് കാര്യം പറയേണ്ടത് നിങ്ങൾ ഓർത്ത് വെച്ചോ. ആ സ്നാപ്പിൻ്റെ ഇത് ഫസ്മിനെ കാണിച്ചത് അതല്ലാതെ ഈ ചെക്കനെ പിടിച്ചപ്പോൾ ഈ നാജി പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ? യൂബർ ഓടാൻ എടുത്തതായിരുന്നു, പക്ഷെ ഓടിയിട്ടില്ല. ഞാൻ ഓൻ അവിടെ ഇറക്കി വിട്ടിട്ട് അവിടെ ഇറക്കി വിടാൻ പറഞ്ഞു, ഇറക്കി വിട്ട് ഞാൻ അവിടെ നിന്നു. നമുക്കറിയുന്നത് സഫ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് ലല്ലൂബി കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം വിളിക്കാറുണ്ട്, അതിൻ്റെ കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. രാത്രി സമയത്ത് ഒരു 8, 9 മണി അല്ലെങ്കിൽ 10, 11, 12 മണി ഈ സമയത്ത് ഇനി കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോയതാന്ന് പറഞ്ഞാലും ഓക്കെ, അതങ്ങനെ അവർക്ക് പറയാം, ആ വേർഷൻ അവർക്ക് വെക്കാം. പക്ഷേ ഈ വേർഷനൊന്നും ഭർത്താവിൻ്റെ അടുത്തും മറ്റേ ലല്ലൂബീൻ്റെ എക്സ് വൈഫിൻ്റെ അടുത്തും നടക്കില്ല. നാട്ടുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് പോകും. പക്ഷെ ഇവരുടെ അടുത്ത് ഇത് കൺവിൻസിങ് അല്ല. സഫ സ്റ്റിൽ മെഹനാസിൻ്റെ ഭാര്യയാണ്. മെഹനാസ് നോക്കുമ്പോൾ എന്താ വെറുതെ ഒരു ബന്ധമില്ലാത്ത ഒരുത്തൻ രാത്രി ഫ്ലാറ്റിലിരിക്കുക. അപ്പോൾ ചോദ്യം ചെയ്യാൻ പോയി, മനസ്സിലായോ? അങ്ങനെയാണ് ഈ വീഡിയോസ് എടുത്തു തുടങ്ങിയത്. ഇനി ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്മിൻ അവിടെ വീഡിയോ ചെയ്യുമ്പോൾ സ്ട്രെസ് ചെയ്യുന്നത് ഈ ചെക്കൻ അടി കിട്ടിയിട്ടില്ല, ഇവർ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഇവൻ ഉത്തരം പറയുമ്പോൾ, ഓക്കെ, ഇവൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ ഫൈൻ. ഭീഷണി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ബാക്കിൽ ആരെങ്കിലും നിന്ന് കത്തിയോ ഓലോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയാലും ഭീഷണിപ്പെടാം, മനസ്സിലായി? അതൊരു ഭീഷണിയാണ്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫസ്മിൻ ഉള്ള സമയത്ത് ഇവന് അടി കിട്ടിയിട്ടില്ല എന്നുള്ളത് ഫസ്മിനെ എടുത്ത വീഡിയോസിൽ ഒരു തെളിവ്. അത് ഫസ്മിനയുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ അത് ഓക്കെയാണ്.
ഫസ്മിന പോയതിന് ശേഷം ഇവൻ അടി കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ചോദ്യവും ബാക്കിയാണ്. അത് തല്ലിയത് മെഹനാസും ടീമും ആണോ എന്നുള്ളൊരു സംശയം വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിലാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എപ്പോൾ കൊണ്ടുപോയി, എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ട്, അത് എപ്പോൾ ഏത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എപ്പോഴാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച് ഇൻറ്റിമേഷൻ കൊടുത്തിട്ട് ഇത് എന്തുകൊണ്ട് അന്ന് FIR ആയില്ല 4-ാം തീയതി ആയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത്. ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്ന് പറയാൻ പോകണോ? നാജിയുടെയും ലല്ലുവിൻ്റെയും കോൾ റെക്കോർഡ് നമുക്കിനി കേൾക്കാം. ഓക്കെ, കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നിങ്ങൾ കേട്ടോണേ. ആരാടാ നാജിയ? ഞാൻ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. സ്റ്റേഷനിലെത്തിപ്പോ എവിടെയുള്ളത് ഇപ്പൊ കറക്റ്റ് പറയും. ഞാനിപ്പോ ഭാരത് ബെൻസിന്റെ മറ്റേ അങ്കമാലി റൂട്ടില്ലേ, ആ അവിടെ ഒരു കഫേലാണ്. അവിടെ അന്റെ അടുത്ത് ആരാ ഉള്ളത്? ഓലെന്ത് ചെയ്തേ? എന്റെ അടുത്ത് ആരുമില്ല. അവിടുന്ന് ഞാനാണ് വണ്ടി ഫോണല്ല അവിടെ ഇട്ടേച്ച് ഓടിയതാ. അവിടെ വണ്ടി വന്നില്ലല്ലോ. അപ്പൊ നീ പോലീസിനെ കണ്ടില്ലേ? പോലീസിനെ കണ്ട് വെറുതെ അവിടെ ഫുള്ള് നാട്ടുകാർ ഫുള്ള് ഇളകി കിടക്കുക. ഞാൻ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഓടിയിട്ട് ഒരു വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോന്നതാ. എന്താ പറഞ്ഞാൽ വണ്ടിക്ക് ലിഫ്റ്റ് അടിച്ച് പോകുന്നോ? പക്ഷെ കേസിൽ ഇങ്ങനെയല്ലല്ലോ. കേസിൽ വണ്ടിയിൽ തട്ടിക്കൊണ്ട് വന്ന് ഇടിവള വെച്ച് ഇതാക്കിയല്ലോ. ഇതിലെനിക്ക് ഒരുപാട് സംശയങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, ഈ കോൾ റെക്കോർഡ് നാജി കൊടുക്കാതെ ഫസ്മിനയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. 2, ഇവരുടെ മുന്നിൽ നിന്ന് ചിലപ്പോൾ നാജിയെ കൊണ്ട് ഫസ്മിന അല്ലെങ്കിൽ മെഹനാസ് ഈ പറഞ്ഞ ലല്ലൂബിനെ വിളിപ്പിച്ചതായിരിക്കണം. ഈ 2-ൽ ഒന്നാണ്. ഓക്കെ, ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ആൾക്കാർ കൂടി എന്നവിടെ പറയുന്നു. അത് സഫീം പറയുന്നു, നാജിയും പറയുന്നു ആൾക്കാർ കൂടി. ഈ ആൾക്കാർ കൂടിയവർ ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുക. അന്ന് ഈ ദിവസം അന്ന് അവിടെ എന്താ ഉണ്ടായെന്നുള്ളത് നാട്ടുകാർക്ക് അറിയുന്നുണ്ടാവുമല്ലോ. ഇതിനടിയിൽ കയ്യോടെ ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അതൊരു കാറും ഈ ഡ്രൈവറും ഒരുത്ത മോളിക്കൂടി പോയപ്പോൾ നാട്ടുകാർ കയറി പിടിച്ചതാണോ, അതോ മെഹനാസ് അവിടെ വന്നിട്ട് ഈ പറഞ്ഞ നാജിയായിട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ അത് നാട്ടുകാരും കൂടി വന്ന് ഇടപെട്ട് അതൊരു വലിയ പ്രശ്നമായപ്പോൾ ഇവൻ ഇറങ്ങി ഓടിയതാണോ? അത് അടുത്തൊരു ചോദ്യമാണ്. കാരണം കഫേയിൽ എത്തിയതിന് ശേഷമാണ് നാജി ആരെ വിളിച്ച ഈ കോൾ റെക്കോർഡിനകത്ത് ലല്ലൂബീനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പം കഫേയിൽ എത്താൻ അത് ആരുടെ കഫേയാണ്? മെഹനാസിൻ്റെ കഫേയാണ്. അപ്പോൾ ഇവൻ ലിഫ്റ്റ് പിടിച്ചിട്ട് കറക്റ്റ് മെഹനാസിൻ്റെ കഫേയിൽ പോയി ഇറങ്ങിയ. അത് അടുത്തൊരു ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് മെഹനാസിൻ്റെ കഫേയിലെത്തിയത്? കഫേ എന്നല്ലേ പറഞ്ഞാൽ ഈ FIR അതും കഫേ പറയുന്നുണ്ട്, കഫേ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഫേ എങ്ങനെ വന്നു? ഇത് ഏതാ കഫേ? ഈ കോൾ റെക്കോർഡിൽ ഇപ്പം പറയുന്ന കഫേ ഏതാണ്? അപ്പോൾ ഈ നാജി ഇതെന്തിനാണ്? ഓക്കെ, ലിഫ്റ്റ് കയറി പോയി എന്ന് പറയും. അന്നേ ദിവസം ലിഫ്റ്റ് കൊടുത്ത ആൾക്ക് എന്താണെങ്കിലും നാജീനെ അറിയുന്നുണ്ടാവുമല്ലോ. ആ വ്യക്തി സോഷ്യൽ മീഡിയയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അയാൾക്കും റിപ്ലൈ തരാം. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എനിക്കിതിനകത്ത് സംശയമായിട്ട് തോന്നി. അടുത്ത കേൾക്കാം. ഇടിവള വെച്ച പിടി കിട്ടിയില്ലേ, തട്ടിക്കൊണ്ട് പോയില്ലേ? ഈ കോളിൽ എന്താ പറയുന്ന, പോലീസിനെ കണ്ടില്ലേന്ന് ഷിബിലി ചോദിക്കുന്നുണ്ട്. അതായത് ഇവരെ ഫ്ലാറ്റിൽ നിന്ന് പൊക്കി, മനസ്സിലായോ? പോലീസ് അവിടെ എത്തിയപ്പോഴത്തേക്കുമാണ് നാജി ഇറങ്ങി ഓടുന്നത്. നാജി ഇറങ്ങി ഓടുമ്പോഴാണ് മെഹനാസിന്റെ കണ്ണിൽ പെടുന്നത്. അല്ലാണ്ട് ഇവൻ പറയുന്ന പോലെ ഇടിവള വെച്ച് ഇങ്ങനെ ഒരു സംഭവം മോനെ കഥ പറയുമ്പോൾ ഉണ്ടാക്കി പറയരുത്. ഈ കോൾ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സാധനം വെറുതെ വെച്ചേക്കുന്നതല്ല നിൻ്റെ ഒന്നും ഫോണിൽ. നമുക്കിതൊന്നും കിട്ടില്ല എന്ന് ഇവരുടെ വിചാരം. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നാജി ഇത് ചോദിച്ചു വാങ്ങിയതാ, മനസ്സിലായോ? നാജി തന്നെ പറയുന്നുണ്ട് നാജിയുടെ ഫോണും വണ്ടിയും വെച്ചിട്ട് നാജി ഓടിയെന്ന്. പക്ഷെ നാജി അങ്ങനെയല്ല ഇപ്പം പറയുന്നത്. നാജിയുടെ ഫോൺ തല്ലി പൊട്ടിച്ചു, വേറെന്താ വണ്ടി അടിച്ച് മോഷണം കൊണ്ടുപോയി, വണ്ടി മോഷണം കൊണ്ടുപോയത്. അല്ലാണ്ട് നിങ്ങൾ ഒരുത്തൻ അവിടെ പ്ലക്കാൻ പോയപ്പോഴത്തേക്കും ഒരുത്തൻ അവിടെ കാവൽ നിന്ന് എന്താ ഇതൊരു പച്ച മലയാളത്തിൽ ഞാൻ പറയാം, കള്ള വെടിക്ക് കാവൽ നിന്ന് നാട്ടുകാർ പിടിച്ചപ്പോഴത്തേക്കും ഇറങ്ങി ഓടി നായി. അതാണ് സത്യം. ഇനി ഉരുണ്ട് കളിക്കരുത്, മനസ്സിലായോ? ഇനി ഉരുണ്ട് കളിക്കരുത്. അപ്പോൾ ഇതാണ് ഫസ്മിനെയും മെഹനാസിൻ്റെയും പ്രൊവോക്കേഷൻ പോയിന്റ്. സഫീൻ ലല്ലൂബിയും തമ്മിൽ ഒന്നുമില്ല, അല്ലെങ്കിൽ അവരുള്ള റിലേഷൻ ഈ നാജി എന്തിനു കൂട്ടി നിൽക്കുന്നു. ദീസ് ആർ ദെയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ദെയർ ഇഷ്യൂസ്. അവിടെയാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്, രണ്ടുപേരും ജസ്റ്റ് മൂവ് ഓൺ. മെഹനാസിനോട് പിന്നെ ഞാൻ പറയാനില്ല, ഊടായ്പാണ്. അറ്റ്ലീസ്റ്റ് ഫസ്മിനോട് പറയുള്ളത്, ലല്ലൂബീനെ എക്സ്പോസ് ചെയ്ത് അങ്ങേ തല വരെ എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ലല്ലൂബി എന്ന് പറഞ്ഞ ഒരാളെ എക്സ്പോസ് ചെയ്യാനില്ല ഫസ്മിന, അത്രയും എക്സ്പോസ് ചെയ്തു. ലല്ലൂബി കൊടുത്തൊരു ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പോൾ ഫസ്മിനെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ ലല്ലൂബി ഇന്നെങ്ങാണ്ട് ആ ഇൻ്റർവ്യൂ ഇറങ്ങുമായിരിക്കും, എനിക്ക് കണ്ടിട്ടാണ് തോന്നുന്നത്. ഇന്നലത്തെ ഇൻ്റർവ്യൂവിനകത്തത് ഹൈലൈറ്റ്സിലാണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെയോ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം അതും ഇതും, പിന്നെ എന്തോ സ്ക്രിപ്റ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ആരുടെ കൂടെ വേണേൽ പോട്ടെ, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെങ്കിലും ഫസ്മിന തരും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ തന്നേ പറ്റൂ. കാരണം ലല്ലൂബിയുടെ വേർഷൻ ഇതുവരെ ഇപ്പം എന്നോട് സംസാരിച്ചാൽ മാത്രമേ ഞാൻ പുറത്തിട്ടിട്ടുള്ളൂ.
അതിൽ മാത്രമേ ഫസ്മിന കേട്ടിട്ടുള്ളൂ ലല്ലൂബി എന്താ പറയുന്നത്. ഇവൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിന് മുന്നിൽ പോയിരുന്നിട്ട് ഈ എന്തൊക്കെയോ കാണിച്ച് പ്രൂഫൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ കാണിച്ച് ഇവനൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെങ്കിലും നെക്സ്റ്റ് ഡേ അതിൻ്റെ ഒരു ഇന്ന് വീഡിയോ വന്നാൽ നാളെ അതിൻ്റെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊക്കെ ഫസ്മിന തരുമായിരിക്കും. പക്ഷെ ഞാൻ അതല്ല, ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഈ എക്സ്പ്ലനേഷൻ്റെ മുകളിൽ എക്സ്പ്ലനേഷനും എക്സ്പോസിൻ്റെ മുകളിൽ എക്സ്പോസും. യു ഗൈസ് ആർ ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഫസ്മിനയ്ക്ക് ലല്ലൂബി വേണ്ട, കാരണം ഇത്രത്തോളം ഒരു അപരാധിയാണ് അല്ലെങ്കിൽ പ്ലക്കാൻ നടക്കുന്നതെന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മൂവ് ഓൺ. ആയതായി കഴിഞ്ഞു, ആ റിലേഷൻ കഴിഞ്ഞു, ആ പരിപാടികൾ തീർത്തു, ജസ്റ്റ് മൂവ് ഓൺ. ഇല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തല്ലേ ഈ പോണേ. ആ യൂട്യൂബിൽ ആരോ പറഞ്ഞ് മീൻസ് 1 മണിക്കൂർ മുന്നേ നിന്നെ ആരോ തല്ലിന്ന്, അങ്ങനെ ഉണ്ടോ? നിന്നെ ആലുവേന്ന് തല്ല് കിട്ടിയിരുന്നു, നിനക്ക് തല്ല് കിട്ടിയത് ഊബർ ഡ്രൈവറിന് തല്ലിന്ന് പറഞ്ഞ് സഫ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, സഫ പറയുന്നതായിരിക്കും, എനിക്കറിയില്ല. ചെറിയൊരു ഇഷ്യൂ അടിയൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നുള്ളൂ, അടി ഉണ്ടായിട്ടില്ല. അടി ഉണ്ടായെന്ന് എങ്ങനെ പറയാം, കാരണം മേത്ത് മുറിവൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കള്ളം പറയാ ചങ്ങായി? ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചത് എന്താന്ന് വെച്ചാൽ ഇവനെങ്ങാനും എന്തെങ്കിലും മാറ്റി പറഞ്ഞാൽ എനിക്കിതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനി മുഖം പോലും മറക്കാണ്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇനി ഇവര് തിരൂര് ഒരുമിച്ചാണ് ഇവൻ പറയുന്ന വീഡിയോ കേട്ടോ. തിരൂര് പോയിട്ട് നമ്മളവിടെ റൂം എടുത്ത് 2 ദിവസം റൂം എടുത്ത് 2 റൂം എടുത്ത്, ഒരു റൂമിൽ ഞാനും ഒരു റൂമിൽ അവർ രണ്ടുപേരും പറഞ്ഞാൽ ആർക്ക്? ഓക്കെ. പോലീസ് ഇത് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഈ ചെക്കൻ പറയുന്നുണ്ട് സഫയിലല്ല ഒരുമിച്ചാണ് തിരൂര് 2 ദിവസം നിന്നത്, നാജി വേറെ റൂമിലായിരുന്നെന്ന്. അപ്പോൾ കേസ് എന്തായാലും കള്ളക്കേസ് കൊടുത്തല്ലോ. അപ്പോൾ തിരൂര് പോലീസ് അന്വേഷിക്കുക, ഇവരെവിടെ നിന്നെന്ന് അന്വേഷിക്കുക, ഇവർ എത്ര ദിവസം നിന്നെന്ന് അന്വേഷിക്കുക, ഹോട്ടൽ റിസപ്ഷൻ, ഇതൊക്കെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. കേസ് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തലയിലാവുന്ന വിചാരിച്ചിട്ടുണ്ടാവില്ല ലല്ലും സഫയും. എന്തായാലും നിങ്ങൾ പെട്ടു, മനസ്സിലായോ? ഇതിനകത്തിപ്പോൾ പോലീസ് ഇതൊക്കെ അന്വേഷിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇവരെവിടെ റൂം എടുത്തു, എന്തിനൊപ്പം നിന്നൊന്നും പോലീസിന് ഇറലവൻ്റ് ആണ്. പോലീസിൻ്റെ ആവശ്യം ഈ ചെക്കൻ അടി കിട്ടി എന്ന് പറഞ്ഞുള്ളതാണ് കേസ്. ആ കേസിൽ ഇവനെ തല്ലിയത് ആരാന്നുള്ളതാണ് അവരുടെ അന്വേഷിക്കുന്ന പോയിന്റുകൾ. അപ്പോൾ അത് ആ വഴിക്ക് അവർ നോക്കും, അല്ലാതെ ഈ സാധനങ്ങളൊന്നും അവർ നോക്കാൻ പോകുന്നില്ല. നമ്പർ 1. നമ്പർ 2, ഇപ്പോൾ ഈ ചെക്കനെ ഇവർ ഈ രീതിയിൽ, അതായത് ഞങ്ങൾ നിന്നെ അടിച്ചോ, നിന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു റീസൺ ഉണ്ടായത് ഖാദർ കരിപ്പൊടി. ഖാദർ ഭായി ഈ വിഷയം അറിഞ്ഞതിന് ശേഷം മേ ബി സഫയെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞതായിരിക്കണം, കാരണം സഫയായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തത് ഖാദർ ഭായിയാണ്. ആ ടൈമിൽ ഫസ്മീനെ വിളിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അപ്പോൾ അവർക്ക് തോന്നി നാളുകളിൽ ഇതുവർ ദേഹോപദ്രവം ഏൽപ്പിച്ചു, മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചു എന്നുള്ളൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതെങ്കിലും രീതിയിൽ പോലീസ് കേസോ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തെളിവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്ത് വെക്കാം എന്നുള്ള രീതിക്കാണ് ഫസ്മിനെ ഈ സാധനം എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഞാൻ എഗെയിൻ പറയുന്നു, ഫസ്മിനയുടെ പാട്ട് ഈ മെഹനാസ് നാജിയെ അവിടെ പൊക്കി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഫസ്മിന ആ സ്ഥലത്തില്ല. ലേറ്റർ ഓൺ ഫസ്മിന വരുന്നു, ഫസ്മിന വീഡിയോ എടുക്കുന്നു, ഫസ്മിന പോകുന്നു. ഞാൻ ചോദിച്ചത് ഈ ഫസ്മിന പോയതിനു ശേഷം ഇവൻ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതിനെക്കുറിച്ച് ഫസ്മിനയ്ക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ, മെഹനാസ് എന്തെങ്കിലും ചെയ്തോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചിട്ട്. മെഹനാസ് കുറച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്മിനോട് ഈ ചെക്കൻ നമുക്ക് വീഡിയോയിൽ എല്ലാ കാര്യം പറഞ്ഞു തന്നതല്ലേ, ഈ ചെക്കനെ ഇനി ഇവർ എവിടെയെങ്കിലും കൊണ്ടുപോയി തല്ലിയിട്ട് എന്നെ തല്ലി ഫസ്മിനി മെഹനാസ് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പ്രഷറൈസ് ചെയ്താലോ ലല്ലൂബി എന്നൊക്കെ പറഞ്ഞിട്ട് മെഹനാസ് ഫസ്മിനെ ഈ രീതിയിൽ മെസ്സേജ് അയച്ചിട്ട് ഇവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം, എവിടെ എന്താ ചെയ്യണമെന്നുള്ളത് ചോദിക്കണം. ലല്ലൂബി അന്ന് ഇവനെ എന്താ പറയുക ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി എന്നുള്ള രീതിക്ക് ഇവന് ഫീൽ ചെയ്താൽ, ഓക്കെ, ലല്ലൂബി ഇവനെ ചതിച്ചു എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ആ ചെക്കൻ നിൽക്കുന്നത്. അതൊന്ന് മാറി ലല്ലൂബി അവിടെ ചെന്ന് ഈ ചെക്കനെ കൺവിൻസ് ചെയ്ത് ഇവർക്കെതിരെ കേസ് കൊടുക്കണം എന്നാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പ്രൂഫ് വേണ്ടേ. ഈ രീതിയിലുള്ളൊരു ടോക്കൊക്കെ ഫസ്മിനിയും ഈ പറഞ്ഞ മെഹനാസും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷൻ ഇവിടെ വയ്ക്കാം. അവിടുന്ന് ഇഷ്യൂ ആവുന്നു ഒന്നിച്ചു പോയപ്പോ റെയിൽവേ സ്റ്റേഷനിൽ അതിന്റെ തലയിൽ തന്നെ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ നാട്ടിൽ പോയി. എന്തുകൊണ്ടാവില്ല ഈ ഇഷ്യൂല് തലയിടാൻ എനിക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഇന്ന് രാവിലെ ഞാൻ ടിക്കറ്റ് കാണിച്ചത് വേണ്ട. അവൻ ടിക്കറ്റ് കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സൗണ്ട് ഇടറി. ബിക്കോസ് അവൻ ഒരുമാതിരി കരയുന്ന സ്റ്റേജിലോട്ട് വന്ന്, മനസ്സിലായോ? കാരണം ലല്ലു അവനെ കുറേ പ്രാവശ്യം വിളിക്കുന്നത്, ലല്ലുവിനെ അവൻ വിളിക്കുന്നുണ്ട്, നീ ഇങ്ങോട്ട് വാ, നീ ഇങ്ങോട്ട് വന്ന് സത്യം പറഞ്ഞ് ഇവർ വിടും, നീ ഒന്ന് സത്യം പറ, എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് ലല്ലു എത്തുന്നില്ല. അല്ല ഇതെന്താ അറിയോ, നീ നാളെ കള് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് വിടൂല. അവനോട് പറയുന്നുണ്ട് ഈ വീഡിയോ ഇടൂല മോനേന്ന്, നീ കളവ് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന വീഡിയോ ആണെന്ന്, മനസ്സിലായോ? ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാ
എനിക്ക് ബുദ്ധിയുണ്ട്, മനസ്സിലായ? എനിക്കറിയാം ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം എപ്പോഴേലും എന്റെ തലയിൽ വരും. എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് ആരുടെയല്ലോ? എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ല. അപ്പൊ ഈ ലൈവില് ലല്ലു വരുന്നുണ്ടല്ലോ സഫയുടെ വീട്ടിൽ നിന്ന്, അതില് നീ ഉണ്ടല്ലോ? നീ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ലൈവ് എടുക്കുന്ന ദിവസം നീ അവിടെ ഉണ്ടോ? ലൈവ് ഇട്ടതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നീ ലൈവ് എടുക്കുന്ന ദിവസം നീ ഇല്ല, എഗ്രിമെന്റ് എഴുതിയ ദിവസം നീ ഇല്ല. നിങ്ങൾക്ക് ഇതിലെവിടെയെങ്കിലും ഭീഷണിയുടെ ഇത് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിക്കുമ്പോ തന്നെ അവൻ ഞെട്ടോ. ഞാനാ ഈ ലൈവെന്ന് ഇവര് കള്ളത്തരം പറഞ്ഞ് ഇവർ ലൈവ് എഗ്രിമെന്റ് ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, മനസ്സിലായി? ഊബർ എന്നുള്ള എഗ്രിമെന്റ് ഇവർ ഇതുവരെ ചെയ്തിട്ടില്ല. നാജി ഊബർ ഓടിച്ചിട്ടില്ല. അപ്പൊ സഫ ഇത് വ്യക്തമായിട്ട് സത്യം പുറത്തോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ മൂഞ്ചൂന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ഫസ്മിനയുടെ ഈ ഒരു ഇൻ്റർവ്യൂ നല്ല ഈ ഒരു വീഡിയോയുടെ പോർഷൻ അങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലല്ലുബിയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം കാണുന്നത്. അപ്പോൾ ഈ ഫസ്മിനയ്ക്കെതിരെ വന്ന കേസിനകത്ത് ഫസ്മിനയുടെ എന്താ പറയുക, ഈ അടിച്ചു ഇടിച്ചു അങ്ങനാക്കി വീഡിയോ എടുത്തു, ഈ എലമെൻറ്റ്സ് ഒന്നും ഫസ്മിനയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളത് കൃത്യമായി ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ വെച്ചിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഞാൻ എഗെയിൻ കഴിഞ്ഞ വീഡിയോ ചോദിച്ച പോലെ ഇത് ആരാ സ്ക്രിപ്റ്റ് എഴുതി, ഇത് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നേ? കേരള പോലീസ് ഈ സ്ക്രിപ്റ്റ് പൊട്ടിക്കണം, ദയവേത് പൊട്ടിക്കണം. എഗെയിൻ ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇനി ലല്ലുബിയുടെ ഇൻ്റർവ്യൂവിലെ കുറച്ച് പോർഷൻസ് നമുക്ക് നോക്കാം. അതായത് ഇവൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണ്. ഞങ്ങൾ എന്തായാലും ഒരുമിച്ചാണ് താമസിക്കുന്നത് ഒക്കെ കുറേ കാലമായിട്ട്. അപ്പോൾ ഇവരെ ലക്ഷ്യം ഇവനല്ലായിരുന്നു, ഇവനെ കിഡ്നാപ്പ് ചെയ്തിട്ട് എന്നിലോട്ട് എത്തുക, അതായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്ത് ആലുവ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൂട്ടിയിട്ടാണ് ഞാൻ ഇവരെ അടുത്തോട്ട് പോണത്. അന്ന് പോലീസിനായിട്ട് പോയ ടൈമിൽ ഇവൻ്റെ കാലും കൈയൊക്കെ അടിച്ചിട്ട് ആകെ പരിക്കേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി, ആലുവ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ നേരെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ നെയിം എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അവിടെ പോയിട്ട് എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് FIR ചെയ്ത് ഈ വിഷയത്തിന് പുറത്ത്. ഇവന് ഇതിലൊന്നിലും ഈ ഒരു ഫ്രെയിമിലേ ഇല്ലാത്ത ഒരാളാണ് ഇവന് ആ സഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആള് എന്ന് മാത്രമുള്ളൂ. അതായത് ഈ പോലീസിനെ ഇവൻ വിളിച്ചു കൊണ്ടുവന്നത് എന്നാണ് ലല്ലുബി? 1-ാം തീയതി രാത്രി 2-ാം തീയതി പുലർച്ചെ തന്നെയാണോ ആലുവ സ്റ്റേഷനിൽ നിന്ന് പോലീസിനെ കൊണ്ടുവന്നത്? കയ്യും കാലും ഒടിഞ്ഞു കിടക്കുന്ന പോലീസുകാർ വന്നിട്ട് അത് കണ്ടോ? അപ്പോൾ അത് അന്ന് രാത്രി നടന്ന ഇൻസിഡൻ്റ് ആണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് പോലീസുകാർ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആദ്യം മെഹനാസും ഈ നാജിയും തമ്മിൽ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നൊരു കച്ചറ ഉണ്ടായി, അവിടെ പോലീസ് വന്നിട്ടുണ്ടോ? അതോ ഇനി ഇവനായിട്ട് വിളിച്ചു കൊണ്ടുവന്ന പോലീസിനെ കൊണ്ടുവരുന്നതിന് മുന്നേ ഇവൻ അടി കിട്ടിയ സ്ഥലത്ത് തന്നെയാണോ ഇവൻ ഉണ്ടായിരുന്നത്, ഈ കഫേയിലോ റോഡ് സൈഡിലോ? അന്ന് പുലർച്ചെ തന്നെയാണോ പോലീസുകാർ ഇതിൽ ഇൻവോൾവ് ആയ, അല്ലെങ്കിൽ ഇവൻ പോലീസിനെ വിളിച്ചു കൊണ്ടുവന്നേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ബാക്കിയാണ്. ഇപ്പൊ സഫയുടെ ഡ്രൈവർ എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വന്നത്? അതായത് നിങ്ങൾ നേരത്തെ ഫ്രണ്ട്സ് ആയിരുന്നു? ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്. ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂർ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എറണാകുളത്തോട്ട് മാറിയായിരുന്നു. ഞങ്ങളൊരു ഓൺലൈൻ ഒരു സ്റ്റോർ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് മാറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവര് പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എന്തോ സ്റ്റോറി കണ്ടിട്ടായിട്ട് തോന്നുന്നു കോണ്ടാക്ട് ചെയ്യണേ. അങ്ങനെ ഇവർ കണക്ഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓണർ സ്റ്റാഫ് ആ ഒരു ബന്ധം, അത്രേ ഉള്ളൂ. അത് എത്ര നാളായി? കുറെ നാളായോ? അത് ഓൾമോസ്റ്റ് 3 വീക്ക് or 2 വീക്ക് അത്രേ ആയിട്ടുള്ളൂ. ഇപ്പൊ ഇത്രയും നാളായിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, സഫേൻ അറിയാം? എനിക്കറിയാൻ പാടില്ല. എനിക്ക് ഇവന് ഈ വണ്ടി എടുത്തതിന്റെ ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, ലൈക്ക് ഞാൻ ഒളിച്ചോടിയെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുക, അപ്പോഴാണ് ഇവള് പറയുന്നത് ഞാൻ ഒളിച്ചോടി എന്നിട്ട് ഫസ്മിന ആൻഡ് മാനാസ് ഇവര് വീഡിയോ ഇടും ഞാൻ ഒളിച്ചോടി എന്നിട്ട്. ആ കൊച്ചെന്നെ പിറ്റേ ദിവസം ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, എന്റെ വീട്ടിലാണ്ട് അവൾ വീഡിയോ ഇടുകയും ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇത് കാണാണ്. അത് കണ്ടപ്പോൾ എന്റെ ഉമ്മാക്കൊക്കെ ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്നിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുക. അപ്പൊ മൈനാസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. കോണ്ടാക്ട് അല്ല, ലൈക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. February 14th മെസ്സേജ് അയക്കും. ഞാൻ അവളും മുൻപ് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഓന് മെസ്സേജ് അയക്കും. ഈ പ്രശ്നം നടക്കണ അന്ന് എനിക്ക് മെസ്സേജ് അയക്കണം. ഓൻ എന്തോ ഇപ്പൊ ഇന്നലെ എന്തോ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ബന്ധമാണ്. February 14th ഫസ്റ്റോ മെസ്സേജ് അയക്കണേ എനിക്ക് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട്. അന്ന് കോണ്ടാക്ട് ചെയ്ത് ഇവളിന്റെ കൂടെയാണെന്ന് ചോദിച്ചു. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. എന്റെ വീട്ടിലാണ് ഞാൻ ഇവിടെ ഇല്ലാന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താണ്. ഈ ഷിബിലി ലല്ലുബി ഇവൻ പറയുന്നത് എനിക്കത്ര കറക്റ്റായിട്ട് തോന്നുന്നില്ല. കാരണം നേരത്തെ സ്നാപ്പ് കാണിച്ചപ്പോൾ ഫസി February 14 മുന്നുള്ള ഡേറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ തന്നെ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഫസ്മിനെയാണ് ആദ്യം
സഫയെ കൊണ്ട് ഇവന് മെസ്സേജ് അയപ്പിച്ചെന്നുള്ളൊരു വേർഷൻ പറയുന്നുണ്ട്. പിന്നെ മെഹനാസ് ഇവന് മെസ്സേജ് അയക്കുന്നതും സഫി ഇവനും തമ്മിലുള്ള ബന്ധം തമ്മിൽ എന്താ ഉള്ളത്? അത് മെഹനാസ് അറിഞ്ഞിട്ടില്ല. മെഹനാസ് അറിയുന്നത് 14-ാം തീയതിയാണ്. അപ്പോൾ മെഹനാസിന് മെസ്സേജ് അയക്കാം ഇവന്. ഇത് ആദ്യം സഫയെ ഇവൻ അറിയുന്നുള്ളത് മെഹനാസിന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മെഹനാസ് മെസ്സേജ് അയക്കില്ലല്ലോ. മെഹനാസ് ഇത് അറിയുന്നത് എപ്പോഴാണ്? 14-ാം തീയതി. അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു, നിന്നെ ഫോൺ വിളിച്ചു, അല്ലെങ്കിൽ നിന്നെ ഇൻസ്റ്റയിൽ വിളിച്ചു. അത് ഭയങ്കര എന്താ പറയുക, ഒരു കണക്റ്റ് ആവാത്തൊരു ഐറ്റം പോലെ എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കണക്ഷൻ, സഫയും ലല്ലൂബിയും തമ്മിലുള്ള കണക്ഷൻ ഈ 14-ാം തീയതി ഈ യൂബർ ഡ്രൈവർ വന്നത് മുതൽ, നാജി വന്നത് മുതലാണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒരുപാട് ഉത്തരം കിട്ടേണ്ട കാര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് ബാഗ് വെച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യൂബറിനകത്ത് ബാഗ്, പേഴ്സണൽ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ പ്രശ്നമാകും. ഇത് ബാഗ് എടുത്തിട്ട് ബാക്ക് സീറ്റിലോ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലുള്ള വയ്ക്കുന്നത്, ഡിക്കിൽ വെച്ചുകൂടെ? പിന്നെ ഈ യൂബർ ഡ്രൈവറുടെ ഡ്രസ്സ് എങ്ങനെ അലക്കിയിട്ടു, ഇതൊക്കെ പണ്ടേ ഡിസ്കസ് ചെയ്ത് ഇതിനകത്ത് കഴിഞ്ഞ ഐറ്റങ്ങളാണ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഇനി ആകെ നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്മിനയ്ക്ക് കുറേ സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും അല്ലെങ്കിൽ ഇവൻ്റെ കുറേ പേഴ്സണൽ ചാറ്റും കിട്ടാനുള്ള കാരണം ഈ ഫസ്മിനെ കുറേ ആൾക്കാർ ഇവനെതിരെ അല്ലെങ്കിൽ ഇവനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി വിട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവൻ തന്നെ മനസ്സിലായിട്ട് ഇവൻ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ എല്ലാവരും വിളിക്കുമ്പോഴും എല്ലാവരും ചാറ്റ് ചെയ്യുമ്പോഴും ഇമാതിരി പിന്നെയും പോയിട്ട് ഇതിനൊക്കെ ഉത്തരം കൊടുക്കാനും പറയാനും നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഈ ചെക്കനോട് ചോദിക്കണം. രണ്ടാമത്തെ കാര്യം, ഇവൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ അടുത്ത പോർഷനകത്താണ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഫസ്മിനെ ലല്ലൂബിക്കെതിരെ വീഡിയോ ഇട്ട ടൈമിലൊക്കെ ഇവരൊപ്പമായിരുന്നു എന്നുള്ളൊരു സംഗതി, സ്ക്രിപ്റ്റാണെന്നുള്ളൊരു സംഗതിയൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് ഇന്നപ്പായ അതിനെക്കുറിച്ച് പറയാം. അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ 10 ആൾ അറിയുന്ന ആളുകൾ, ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള പ്രൊഫൈലുകൾ ഇതേപോലുള്ള കേസുകൾ വരുന്നു. അതിനകത്ത് ഇതേപോലെ അടിപിടി, കച്ചറ, വിഹിതം, അപരാധം, ഇങ്ങനത്തെയൊക്കെ സാധനം ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ഈ സാധനം മാറുമ്പോൾ ഇതിനകത്ത് ആര് നുണ പറയുന്നു, ആരൊക്കെ സ്ക്രിപ്റ്റ് ഇടുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങളെ അറിയിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നാളെ നമ്മളടക്കം, ഞാനടക്കമുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര മോശമായ രീതിയിൽ ഇത് ബാധിക്കുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ പോകും. ഓക്കെ. അപ്പോൾ അത് പോലീസ് കൃത്യമായി ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. ചെയ്താൽ നല്ല, ഇല്ലെങ്കിൽ അവർ ജസ്റ്റ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ തള്ളിക്കളഞ്ഞാൽ പോയി, അത്രേ ഉള്ളൂ. നമുക്കൊന്നും പിന്നെ പറയാനും ചെയ്യാനും ഇല്ല. നാളെ ഇതൊന്നും സ്ക്രിപ്റ്റ് അല്ലാത്ത രീതിയിലൊരു ഒറിജിനൽ സംഗതി നടന്ന് അതിലെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അതങ്ങനെ പൊട്ടിക്കണം, ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ അതങ്ങനെ അറിയിച്ച് ഇതൊക്കെ ചെയ്തവരെ പിടിച്ച് അകത്ത് വിടണം.